ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെന്ന മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-2.5 കപ്പ് ചെന്ന, അതായത് വെള്ളക്കടല ഞാൻ തലേന്ന് തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം. ഞാനതൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 7-8 വിസിൽ ഞാനതിന് വെക്കുന്നുണ്ട് വേവിക്കാനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവോള, 2 തക്കാളി, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ജീരകവും കൂടി നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സവോള ചോപ്പ് ചെയ്ത് വെച്ചതുണ്ട്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ചെന്ന മസാല കേട്ടോ. അതാണ് ജീരകമൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ സവോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട്. അതൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിതിൽ ചതച്ചിട്ടാട്ടോ ഇട്ടേക്കുന്നത്. പേസ്റ്റായിട്ട് വേണമെങ്കിലും ഇടാം, ഞാൻ ചതച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. അതും പിന്നെ 3 പച്ചമുളക് എടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് നടുവേക്ക് ഇതും ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് സോഫ്റ്റായിട്ടും നല്ലൊരു ബ്രൗൺ കളറായിട്ടും വരട്ടെ. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ചേർത്തേക്കുന്നത് കസൂരി മേത്തിയാണ് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ കസൂരി മേത്തി. അപ്പോൾ കസൂരി മേത്തി അതിന് അടിപൊളിയായിട്ടുള്ള ആ ഒരു ഫ്ലേവർ അതിന് കൊടുക്കും, ഒരു മണവും ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കസൂരി മേത്തിയും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സവോളയ്ക്ക് അത്യാവശ്യം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കുന്നുണ്ട്, ആ ഒരു കളർ കിട്ടാനായിട്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഒരു ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഫ്ലെയിം ഞാൻ ലോയിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ലോയിലിട്ടിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഞാൻ 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നീളത്തിലരിഞ്ഞതാണ് ഞാനിതിലേക്ക് ചേർത്തേക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ വെള്ളക്കടല അവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറൊക്കെ തുറന്ന് അതിലുള്ള ആ വെള്ളം ഉണ്ടാവുമല്ലോ, കുറച്ചധികം തന്നെ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇനി ആ തക്കാളി ഒന്ന് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കറി ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് കിട്ടാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് കുറച്ച് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ഞാനത് ആ വെള്ളത്തോട് തന്നെ, ബാക്കിയുള്ള വെള്ളത്തോടു കൂടെ തന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യണം. വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അത് കുറച്ചൊന്ന് മാറ്റാം കേട്ടോ. അത് കഴിഞ്ഞ് അതൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ഉണ്ടല്ലോ, അതും നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ കറി ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തിക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതിയാകും. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് കുറുകട്ടെ, ഒന്ന് തിളച്ച് വരട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി കസൂരി മേത്തി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് പഞ്ചസാരയും കൂടി ചേർക്കാം കേട്ടോ, ആ എരിവും ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ചും കൂടി കസൂരി മേത്തി അതിൻ്റെ മുകളിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെന്ന മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കിത് കഴിക്കാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പൂരിയാണ്. പൂരിയുടെ കൂടെ ഒരു കിടിലം സൈഡ് ഡിഷ് തന്നെയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.